ഹലോ, അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനതിന് 3 ശർക്കരയാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം മതി കേട്ടോ. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 2 ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ അഥവാ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ആ ഒരു പാകമാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം. ഇനി ഞാനിതാ പാനിലേക്ക് കുറച്ച് അരിപ്പൊടി, ഇത്രയും അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് മുഴുവനും ഇല്ല. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന്. ഇനി ഇതൊന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുറേശ്ശെയായിട്ട്. അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന്ന് കുറച്ചെടുത്തിട്ട് ഇതതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പ്രസ്സിൽ പരത്തുക അല്ലെങ്കിൽ പലകയിൽ ചെറിയൊരു വട്ടത്തിലായി പരത്തുക ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പൊടിയില്ലാതെ പ്രസ്സിൽ പരത്തുക ഒന്നും കൂടെ നന്നാവുക. അപ്പോൾ ഞാനിത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് റോളാക്കി എടുക്കാം. പിന്നെ നമ്മളിത് പ്രസ്സിൽ പരത്തുമ്പോൾ പ്രസ്സിൽ എണ്ണ ആക്കി കൊടുക്കരുത് കേട്ടോ. എണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റോളാക്കി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒട്ടിക്കണം. എണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്കാൻ പറ്റില്ല, അത് ഒട്ടി നിൽക്കില്ല, അത് വേറിട്ട് നിൽക്കും. ഇങ്ങനെ നമുക്ക് റോളുകളാക്കിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഞാനിതാ ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ശർക്കരപ്പാവ് കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അച്ച് ശർക്കര എടുത്ത് നന്നായി ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ശർക്കരപ്പാവാണ് നമുക്ക് വേണ്ടത്. അതിന് ശേഷം നമുക്കിത് അതിൻ്റെ മുകളിലൂടെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതായത് സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല, കാരണം അത്രയും കട്ടിയിലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഈ ശർക്കരപ്പാവ് തയ്യാറാക്കുമ്പോൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതുപോലെ നല്ല കട്ടിയിലായി കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കര തേങ്ങ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.